ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്ന ആളുകളാണ്. എന്നാൽ സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട്. ഷോർട്ട് വീഡിയോ ശരിയായ രീതിയിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് അറിയാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്കിടയിലുണ്ട്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് മിനിറ്റുകൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് വ്യൂവേഴ്സിനെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും, അതുപോലെ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് വ്യൂവേഴ്സിനെ സൃഷ്ടിക്കുവാനും അതിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് നേടുവാനും നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആകുവാനും മണി ഏൺ ചെയ്യുവാനും ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും. ഷോർട്ട് വീഡിയോ ശരിയായ രീതിയിൽ പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ലോ ആയിട്ട് വരുന്നതും, അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരുന്നതും. ഷോർട്ട് വീഡിയോയിലൂടെ നമുക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ സൃഷ്ടിക്കാം, ശരിയായ രീതിയിൽ യൂട്യൂബിൽ എങ്ങനെ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും യൂട്യൂബേഴ്സ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വളരാം, ഒരുമിച്ച് മുന്നേറാം. പരസ്പരം എല്ലാവരും ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ, സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിക്കാം. നമുക്ക് ഒരുമിച്ച് കൊണ്ട് ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഷോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ഗ്യാലറിയിൽ ചെന്നുകൊണ്ട് നമ്മുടെ ഏത് വീഡിയോ ആണോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ക്രോളായി കൊണ്ടിരിക്കുന്നതാണ്. സ്ക്രോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ശേഷം നമ്മൾ മ്യൂസിക് എന്ന ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് സെർച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഓൾറെഡി കാണുന്ന ടൂണുകൾ എടുത്തുകൊണ്ടോ നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള സോങ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽറ്റർ ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിനും നമ്മുടെ വീഡിയോക്കും ആവശ്യമായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരോ നമുക്കെന്തെങ്കിലും ടെക്സ്റ്റ് എഴുതുവാനോ ഉണ്ടെങ്കിൽ നമുക്ക് കീപാഡ് യൂസ് ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റ് മെസ്സേജിനെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ശേഷം അതിനെ ചെറിയ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് താഴ്ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഭാഗത്തേക്ക് അടുപ്പിക്കുന്നു. അവിടെ നമുക്കൊരു എൽ ഷേപ്പിലൊരു ലെൻസ് കാണാം. അതിൻ്റെ പുറത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ വരിക. അവിടെ ആഡ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തൊരു പെൻമാർക്ക് ബട്ടൺ കാണാം. ആ പെൻമാർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ എന്താണോ വേണ്ടത് എന്ന് നമുക്കവിടെ ഓപ്ഷനിലായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ടൈറ്റിൽ എന്ന ഭാഗം തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോക്കൊരു ടാഗ് ലൈൻ മീൻസ് ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് കുറച്ച് ഹാഷ്ടാഗുകളും വീഡിയോക്ക് മാച്ചായിട്ടുള്ള ഹാഷ്ടാഗുകളും നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ സെർച്ച് ബാറിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഹാഷ്ടാഗുകൾ നമുക്ക് സെലക്ട് ചെയ്ത് അവിടെ ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് ഓഡിയൻസ് എത്തരത്തിലുള്ള ഓഡിയൻസാണ് കാണേണ്ടത് എന്ന് നമുക്കവിടെ സെലക്ട് ചെയ്യുവാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ശേഷം പബ്ലിക് എന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പബ്ലിക്കാക്കി വെക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ റിലേറ്റഡ് വീഡിയോ എന്നൊരു ഓപ്ഷൻ തൊട്ടതായി കാണുന്നതാണ്. റിലേറ്റഡ് ബട്ടണിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലൂടെ കൂടുതൽ വ്യൂവേഴ്സിനെ നമുക്ക് ലഭിക്കുന്നതാണ്. തൊട്ടതാഴത്ത് ഒരുപാട് ഓപ്ഷൻ നമുക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ആ ഓപ്ഷനൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ ആവശ്യമായത് ഫില്ല് ചെയ്തുകൊണ്ട് യെസ് ഓർ നോ കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ യൂട്യൂബ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന രീതിയിൽ തന്നെ
ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുവാനുള്ളൊരു സംവിധാനമാണ്, സൗകര്യമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശേഷം നമുക്ക് പോസ്റ്റ് കൊടുത്തതിന് ശേഷം YT സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ എത്രത്തോളം അതിൻ്റെ കാര്യങ്ങളായിട്ടുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ആഡ് ഡിസ്ക്രിപ്ഷൻ ഫില്ല് ചെയ്യുക. അവിടെ ആവശ്യമായിട്ടുള്ള ഹാഷ്ടാഗുകൾ കൊടുത്തതിന് ശേഷം അവിടെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കവിടെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തവർക്ക് ഏതാണോ ഫോൾഡർ അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്കവിടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ശേഷം ടാഗ് എന്നൊരു ഓപ്ഷൻ എടുത്തുകൊണ്ട് അത്യാവശ്യം ടാഗ് ലൈൻസ് നമുക്കവിടെ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. എല്ലാ ഭാഗവും കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മുടെ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് തന്നെ ആവശ്യമെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റീൽസാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും എല്ലാം നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ലൈക്ക് ചെയ്തുകൊണ്ട്, കമൻറ്റ് ചെയ്തുകൊണ്ട്, ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ എല്ലാവർക്കും വിജയിക്കുവാനും യൂട്യൂബിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുവാനും നമുക്ക് സാധിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.